പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയർ ആയിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സ് ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയർ ആയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഇക്കാലഘട്ടത്തിൽ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് പരസ്പര വിധേയത്വം, പരസ്പര സ്നേഹം, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്നൊക്കെ ഇന്ന് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കാര്യമാണ്, സത്യസന്ധമായിട്ട് തന്നെ തോന്നിയൊരു കാര്യമാണ്. ഇന്നത്തെ യുവതിയുവാക്കളിൽ പലരും അവിവാഹിതരാണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? ഒരുപാട് യുവാക്കന്മാർക്ക് യുവതികളെ വിവാഹം കഴിക്കാൻ കിട്ടുന്നില്ല. യുവതികൾക്ക് യുവാക്കന്മാരെയും കിട്ടാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തുനിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് ആത്മാർത്ഥമായി എത്ര പേർക്ക് വിവാഹം കഴിക്കണമെന്ന താല്പര്യമുണ്ട്? ഇന്ന് പലർക്കും വിവാഹം കഴിക്കണം, കുടുംബമാകണം എന്നുള്ള താല്പര്യം കുറഞ്ഞു വരുന്നില്ലേ? ചിന്തിച്ചു നോക്കേണ്ട ഒരു ഘടകമാണത്. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? പൗലോസ് അപ്പോസ്തലൻ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വളരെ സുപ്രധാനമായ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എഫേസോസിലെ സഭയോട് സംസാരിക്കുകയാണ്. ദാമ്പത്യം എന്ന് പറയുന്നത് ഇതൊരു കൂദാശ. അതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മർമ്മപ്രധാനമായൊരു വചനം നമ്മളിപ്പോൾ വായിച്ചു. എഫേസോസിലെ ലേഖനം അതിൻ്റെ 5:32. ഇത് ഒരു വലിയ രഹസ്യമാണ്. വിവാഹത്തിൻ്റെ 25 വർഷം പൂർത്തീകരിച്ചവരോട്, 50 വർഷം പൂർത്തീകരിച്ചവരോട് ചോദിച്ചു നോക്കിക്കേ, അവർ പറയും ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണോ അതാണ് രഹസ്യം. വിവാഹ ജീവിതത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വാക്കുപയോഗിക്കുന്നതാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. എങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, എങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, എങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കുടുംബത്തിന് ജന്മം കൊടുക്കുന്നു, എങ്ങനെ ഇത്ര നാൾ മുൻപോട്ട് പോകുന്നു, അതൊരു വലിയ രഹസ്യമാണ്. സ്നേഹമുള്ളവർ, ഇന്ന് അവിവാഹിതർ വർദ്ധിച്ചു വരാൻ ഒരു സുപ്രധാനമായ കാരണം, പല കാരണങ്ങളുണ്ട്. ഒരേ ഒരു കാരണം പറഞ്ഞിട്ട് കുടുംബജീവിതത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മർമ്മപ്രധാനമായ 7 ഘടകങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്.
സുപ്രധാനമായൊരു കാരണം വിവാഹ ജീവിതത്തിലേക്ക് യുവതി യുവാക്കൾ കടന്നു വരാൻ മടിക്കുന്നതിൻ്റെ കാരണം, സുപ്രധാനമായ കാരണമെന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മറ്റൊരാൾക്ക് വിധേയപ്പെട്ട് കഴിയുവാൻ താല്പര്യപ്പെടുന്നില്ല. കുറച്ചുകൂടെ ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കുടുംബം രൂപപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു വലിയ ഉത്തരവാദിത്വം സ്വീകരിക്കുവാൻ പലരും തയ്യാറല്ല. സത്യമല്ലേ പറഞ്ഞത്? ചിന്തിച്ച് നോക്കിയേ. യുവതി യുവാക്കളോട് ചോദിച്ചു നോക്കുക. ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ യുവതി യുവാക്കന്മാരോട് ചോദിക്കും, 26 വയസ്സായ യുവതിയോട് ചോദിക്കും, എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണം? അവൾ പറയും 28ഓ 30ഓ. എന്തുകൊണ്ട്? ജോലിയുണ്ട്, ശമ്പളമുണ്ട്. അവൾ പറയും, അച്ഛാ, മറ്റൊരാളുടെ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. എന്താണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യലാണോ? ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യലാണോ? അതായത് ഞാൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളത് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ സാമീപ്യം എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. എന്നാൽ മറ്റൊരാളുടെ സാമീപ്യത്തിൽ ദൈവഹിതം നിറവേറ്റുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്വാതന്ത്ര്യക്കുറവ്? സഭാപിതാവായ തെർത്തുല്യൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ മനോഹരമാണ്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്: സഭയിൽ യോജിപ്പിക്കപ്പെടുന്നതും ബലിയാൽ ശക്തമാക്കപ്പെടുന്നതും ആശീർവാദത്താൽ മുദ്രവയ്ക്കപ്പെടുന്നതും മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെടുന്നതും പിതാവിനാൽ സ്ഥിരീകരിക്കപ്പെടുന്നതുമായ വിവാഹത്തിൻ്റെ സൗഭാഗ്യത്തെ എനിക്ക് എങ്ങനെ വിവരിക്കാനാകും? യഥാർത്ഥത്തിൽ അവർ ഒരേ ശരീരത്തിൽ 2 പേരാണ്. എവിടെ ശരീരം ഒന്നായിരിക്കുന്നുവോ അവിടെ ആത്മാവും ഒന്ന് തന്നെ. അതായത് വിവാഹമെന്ന് പറയുന്നത് ശരീരങ്ങളുടെ ഒരുമയേക്കാൾ ഉപരിയായി ഒരു ആത്മീയമായ അടുപ്പമാണ്, ആത്മീയമായ ഒന്നുചേരലാണ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉള്ള സ്വപ്നത്തിലുമൊക്കെയുള്ള ഒരു ഒന്നുചേരലാണ് എന്ന് സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാകാൻ സഹായിക്കുന്ന ഒരു 7 ഘടകങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ 7 പില്ലേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 7 തൂണുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദമ്പതികൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യം. ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം. എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യലല്ല സ്വാതന്ത്ര്യം. എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരസ്പരം ഭയമില്ലാതെ പെരുമാറുവാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനവും ആദരവുമാണ്. പരസ്പര ബഹുമാനവും ആദരവും. നമ്മൾ എന്തുകൊണ്ട് ഒരു നിയമം, നമ്മളിപ്പം ട്രാഫിക് നിയമങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നു? ഈ ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റൊരുവനെ ബഹുമാനിക്കുന്നു. എതിരെ വരുന്ന വാഹനത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, അവനും കടന്നു പോകണം, അവൻ്റെ അവകാശങ്ങൾ കൂടെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നിടത്താണ് സ്വാതന്ത്ര്യം. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യലല്ല. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്തടത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടിയാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പേടി, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പേടിയുള്ള ഭർത്താക്കന്മാരുണ്ട്. അല്ലെങ്കിൽ ഭാര്യ ഇത് കാണോ എന്ന് പേടിച്ചിരിക്കുന്നവർ, ഭാര്യ എന്നെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ പേടിയുള്ളവർ, അല്ലെങ്കിൽ ഭർത്താവ് അരികിൽ വരുമ്പോൾ പേടിയുള്ളവർ. പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്, അതായത് പരസ്പരം ബഹുമാനിക്കുന്നിടത്തും സ്നേഹിക്കുന്നിടത്തും ഈ ഭയത്തിന് സ്ഥാനമില്ല, അവിടെ സംശയത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടല്ലേ നിൻ്റെ ഭർത്താവിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുവല്ലോ, അതിനിപ്പോൾ എന്നാ തെറ്റ്? അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയണം. എൻ്റെ ഭർത്താവിനെ ഇന്ന വ്യക്തിയുടെ കൂടെ കണ്ടല്ലോ, എൻ്റെ ഭാര്യയെ ഇന്ന വ്യക്തിയുടെ കൂടെ കണ്ടല്ലോ. അവിടെ വരുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതായത് എത്ര ദൂരം പോയാലും ഇവൾ എൻ്റെയാണ്, ഇദ്ദേഹം എൻ്റേതാണെന്നുള്ളൊരു ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണ് സ്നേഹമുള്ളവരെ. അവിടെ സംശയമോ ഒന്നും തന്നെയില്ല, അവിടെ ഒളിമറകൾ ഇല്ല. എന്നാൽ ഓരോരുത്തർക്കും വ്യക്തിപരമായ ബഹുമാനം കൊടുക്കണം. ബഹുമാനം, എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
ആ ദാമ്പത്യ ജീവിതത്തിലായാലും ഓരോരുത്തർക്കും തക്കതായ ബഹുമാനം, ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടേതായൊരു സ്പേസ്, ഭർത്താവിന് ഭർത്താവിൻ്റെതായൊരു സ്പേസ്, അത് നൽകുന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്, പ്രൊട്ടക്ഷൻ. അതായത് എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നൽകുന്നത് ഒരു വലിയ സുരക്ഷിതത്വമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഇളയ സഹോദരി ആശുപത്രിയിലൊക്കെ ആയിരുന്നപ്പോൾ മറ്റു പലരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ജീവിത പങ്കാളി മതി, എൻ്റെ ഭർത്താവ് മതി എന്ന് പറഞ്ഞ ആ വ്യക്തിയുണ്ട്. അതായത് ഞാൻ ഏറ്റവും സുരക്ഷിതയാകുന്നത് എൻ്റെ ഭർത്താവിനോട് കൂടെയുള്ളപ്പോഴാണ്. അത് തകർച്ചയിലാവട്ടെ ഉയർച്ചയിലാവട്ടെ, ഞാൻ ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉള്ളപ്പോഴാണ്, എൻ്റെ ഭർത്താവ് ഒപ്പം ഉള്ളപ്പോഴാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യ വീട്ടിൽ നിന്ന് പോകുവാൻ ഭർത്താവ് ആഗ്രഹിക്കും, കുറച്ച് നാൾ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇല്ലെങ്കിലെന്ന് ആഗ്രഹിക്കും. ചിലപ്പോൾ ബന്ധങ്ങളിൽ ഒന്ന് അകന്ന് നിൽക്കുന്നതൊക്കെ നല്ലതാണ്, വല്ലപ്പോഴും 3-4 ദിവസം മാറി നിൽക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അത് ഭാര്യയെ തൻ്റെ വീട്ടിലേക്കും അല്ലെങ്കിൽ ഭർത്താവ് എവിടെയെങ്കിലേക്ക് യാത്രയ്ക്കൊക്കെ പോകുന്നത് നല്ലതാണ്. എന്താണ്, കുറച്ച് നാൾ അകന്ന് നിൽക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ അടുപ്പം, ഈ ബന്ധങ്ങളുടെ ഇഴയടുപ്പം എത്രമാത്രം തീവ്രമാണെന്ന് ആഴമാണെന്നൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് സാമീപ്യം, പ്രസൻസ്. ഈ സാമീപ്യം എന്ന് പറയുന്നതിന് 3 തലങ്ങളുണ്ട്: ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ. അതായത് ശാരീരികമായ സാമീപ്യം, മാനസികമായ സാമീപ്യം, ആത്മീയമായ സാമീപ്യം. മർമ്മപ്രധാനമായ, ഒരുപക്ഷെ കുടുംബജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു ഘടകമാണ് സാമീപ്യം. ആ സാമീപ്യത്തിൻ്റെ 3 തലങ്ങളാണ് ശാരീരികമായ സാമീപ്യവും, മാനസികമായ സാമീപ്യവും, ആത്മീയമായ സാമീപ്യവും. എന്താണ് ഇതിനർത്ഥം? ശാരീരികമായ സാമീപ്യം എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിത പങ്കാളിയുടെ ഫിസിക്കൽ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ, ഈ വ്യക്തിയെ വിട്ടുമാറുന്നതിലാണോ ഒരുമിച്ചായിരിക്കുന്നതിലാണോ എനിക്ക് സന്തോഷം. എനിക്കറിയാം, ഒരുപാട് ബന്ധങ്ങളിൽ നമ്മൾ മുറിവുകൾ വരുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ പ്രസൻസ് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഈ വ്യക്തി ഒന്ന് മാറി നിന്നിരുന്നുണ്ടെങ്കിൽ, അതായത് ചിലർ വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ 2 കട്ടിലിൽ കിടക്കുന്നു, 2 മുറികളിൽ കിടക്കുന്നു. അവർ ആ വീട്ടിൽ തന്നെയാണ്, പക്ഷേ ഫിസിക്കലി ദേ ആർ നോട്ട് ടുഗെദർ. അവരൊരിക്കലും ഒരുമിച്ചല്ല. അതായത് അവിടെ ഒരു ഗ്യാപ്പ് വന്നു. നമുക്ക് ഇപ്പം നമ്മളുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ഒരു മുറിയിലേക്ക്, നമ്മളൊരു ഭക്ഷണത്തിന് തന്നെ ഒരാൾ അടുത്തിരിക്കുമ്പോഴാണ് അത് ഒരു അടുപ്പമല്ലേ. നമ്മളൊരു ചങ്ങാതിയോടൊപ്പം നമ്മൾ ഭക്ഷണത്തിന് പോകുന്നു, അതൊരു ഫിസിക്കൽ പ്രസൻസാണ്. ഭക്ഷണമല്ല അവിടെ പ്രാധാന്യം, എന്ത് കഴിച്ചു എന്നുള്ളതല്ല, ആരുടെ കൂടെ കഴിക്കുന്നു നമ്മൾ, അതല്ലേ പ്രധാനം. ഒരു യാത്രയെക്കുറിച്ചൊക്കെ പറയുന്നതല്ലേ, നീ എവിടെ പോകുന്നു എന്നുള്ള രീതിയിലല്ല, ആരാണ് നിന്നോട് കൂടെയുള്ളത്. ഊട്ടിയിലോ കൊടൈക്കനാലോ സിംഗപ്പൂരോ എവിടെ നീ പോയാലും ആരുടെ സാമീപ്യമാണ് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിയുടെ സാമീപ്യമാണ് യാത്രയ്ക്ക് പോകുന്ന സ്ഥലത്തേക്കാൾ നമുക്ക് ആനന്ദം നൽകുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയും തോറും കുറവുകളും പോരായ്മകളും ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഫിസിക്കൽ പ്രസൻസ്, ശാരീരികമായ അടുപ്പത്തിന് ഞാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നത് നല്ലതല്ലേ. രണ്ടാമത്താണ് മാനസികമായ അടുപ്പം. മാനസികമായ അടുപ്പം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ പ്രസൻസിന് അതിന് ഒരു വളം അല്ലെങ്കിൽ അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത്, അതിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നത് മാനസികമായ അടുപ്പമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം സ്നേഹമുള്ളവരെ? എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വ്യക്തി ദൈവം കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ്. ദൈവം എനിക്ക് തന്ന ഇണയാണ്, തുണയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ നന്മയെക്കുറിച്ചാണ്. എൻ്റെ മനസ്സിൽ ഇവളല്ലാതെ ഇവനല്ലാതെ മറ്റൊരാൾ ഇല്ല. സ്നേഹമുള്ളവരെ, മെൻ്റൽ പ്രസൻസ് എന്ന് പറയുന്നത് അതാണ്, മാനസികമായി ഉള്ള അടുപ്പം. അതുപോലെ മനപ്പൊരുത്തം എന്നൊക്കെ പറയേണ്ടതല്ലേ. ഇനി അടുത്തതാണ് ഈ സാമീപ്യത്തിൻ്റെ ഒരു ഉന്നത തലമെന്ന് പറയുന്നത് ആത്മീയമായ സാമീപ്യം, സ്പിരിച്വൽ പ്രസൻസ്. എന്താണത്? എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ്.
സ്പിരിച്വലി ആ വ്യക്തിയുടെ ആത്മാവിന് ഞാൻ വില കൊടുക്കുന്ന ഒരവസ്ഥ. എവിടെയായിരുന്നാലും ഇങ്ങനെയുള്ള ദമ്പതികൾ എവിടെയായിരുന്നാലും, ഒരു മനപ്പൊരുത്തം പറയില്ലേ, എവിടെയായിരുന്നാലും അവർക്ക് ജീവിത പങ്കാളിയെക്കുറിച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. എത്ര ദൂരെ പോയാലും അവർ ആത്മീയമായ അടുപ്പത്തിലായിരിക്കും. ഒരു രോഗം വന്നാൽ തന്നെ അവർക്ക് ആ ടെലിപ്പതിയൊക്കെ കിട്ടും, ഒരു പ്രത്യേക ദർശനം കിട്ടും. ഞാൻ എത്ര ദൂരത്ത് ജോലി ചെയ്താലും, വിദൂര രാജ്യങ്ങളിലായാലും എൻ്റെ ഭാര്യ രോഗിണിയാണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് രോഗാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ആത്മീയ അടുപ്പമുള്ളവർക്ക് പെട്ടെന്നത് മനസ്സിലാകും. അവർ ശബ്ദം കേൾക്കുന്നതേ ചോദിക്കും, ഇന്ന് എന്തു പറ്റി. ഇങ്ങനെയുള്ളവർക്കാണ് ഒരുമിച്ച് അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ദൂരങ്ങൾ അവരെ അകറ്റുകയില്ല. എത്ര ദൂരത്തായാലും അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അവർ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കും. ഇന്ന് പല കുടുംബങ്ങളിലും ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആത്മീയ കാര്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ സംസാരം നടക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ? കുംഭസാരത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ? വിശുദ്ധ ബലിക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യത്തെ സംസാരിക്കുന്നവരുണ്ടോ? സ്നേഹമുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഒരുമിച്ചുള്ള പ്രാർത്ഥന, കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരുമിച്ച് കരങ്ങൾ കുറച്ച് പേർത്ത് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ഈ കുടുംബജീവിതം മുൻപോട്ട് പോകുമ്പോൾ, തെറ്റിദ്ധാരണകൾ വരുമ്പോൾ നമ്മിൽ കുറഞ്ഞു പോകുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു, ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ കുറയുന്നു, ഒരുമിച്ചുള്ള യാത്രകൾ കുറയുന്നു, ഈ ആത്മീയമായ അടുപ്പം തന്നെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ പ്രസൻസ്, സാമീപ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. നാലാമത്തെ ഘടകമെന്ന് പറയുന്നത് സംതൃപ്തി എന്ന് പറയുന്നതിനെ, ദാമ്പത്യത്തിലെ സംതൃപ്തി എന്ന് പറയുന്നതിനെ ഇവൾ മതി, ഇവൻ മതി. I am satisfied with my husband. I am good with my wife. എനിക്ക് ഈ വ്യക്തി മതി. ഈ ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റങ്ങളെക്കാളും കുറവുകളെക്കാളും ഉപരിയായി നന്മ കാണുവാനും നല്ലത് കാണുവാനുമുള്ള കാഴ്ച തെളിയും. കേൾക്കാൻ ഇമ്പമുള്ളതാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത് പറഞ്ഞു വരുന്നത്. I am happy with my wife. അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇനി ഇതിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളിയുടെ സംതൃപ്തിക്ക്, ഹാപ്പിനെസ്സിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ മദ്യപിച്ച് വരുന്നത് ഇഷ്ടമല്ല. ഐ വിൽ നോട്ട് ഡു ദാറ്റ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കുറച്ച് നന്നായിട്ട് വസ്ത്രം വൃത്തിയിൽ നടക്കുന്നതാണ് ആഗ്രഹം. ഞാനതങ്ങനെ നടക്കും. അതിന് പരസ്പരം തൃപ്തിപ്പെടുത്തുവാനും പരസ്പരം സന്തോഷിപ്പിക്കുവാനും പരിശ്രമിക്കുന്ന ഘടകമാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ ഒരുപാട് പണം ചെലവഴിക്കുന്നത്, ദൂർത്തടിക്കുന്നത് ഇഷ്ടമല്ല. ഞാനതിന് ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുവാനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും. ഇതാണ് കുടുംബജീവിതത്തിലെ ഒരു നാലാമത്തെ പില്ലർ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ ആശയത്തിലേക്ക് തന്നെ ഇതൊക്കെ കണക്റ്റഡാണ്. ആ വ്യക്തിയെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി, ആ വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായി, ആ വ്യക്തി എൻ്റെ ജീവിതത്തിലെ ഭാഗമാണ് എന്ന് കരുതുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുന്ന, ആ സ്ത്രീയെ അല്ലെങ്കിൽ അവളെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ ഞാൻ പരമാവധി പരിശ്രമിക്കും. നാലാമത്തെ ഘടകം അതാണ്. അഞ്ചാമത്തെ ഘടകമാണ് സ്നേഹമുള്ളവരെ സമർപ്പണം. വാക്ക് വളരെ ലളിതമാണ്, സമർപ്പണം. പക്ഷെ അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. എന്താണ്? എനിക്കുള്ളത് നിൻ്റെ, നിനക്കുള്ളത് എൻ്റെ. പ്രത്യേകിച്ച് ഇന്ന് വിദൂര രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ടുള്ളവർ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ കാരണം എന്നാണെന്നറിയുമോ? അവിടെ ഒരു പക്ഷേ ഭാര്യ ആയിരിക്കാം ഭർത്താവിനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭർത്താവ് എൻ്റെ അടിമ, അല്ലെങ്കിൽ ഇയാൾ പണിയൊന്നും എടുക്കുന്നില്ല, ഈ വ്യക്തി അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. കുടുംബജീവിതത്തിലൊക്കെ വരാം. ചിലപ്പോൾ ഭാര്യയ്ക്ക് കൂടുതൽ പണം കിട്ടുമ്പോൾ, പണം ലഭിക്കുമ്പോൾ മിക്കവാറും അത് പുരുഷനാ തോന്നൽ വരുന്നത് വളരെ കുറവാണ്. പുരുഷൻ കൂടുതൽ സമ്പാദിക്കുന്നു. ബിക്കോസ് അത് ഒരു കടമയായിട്ട് കണക്കാക്കുന്നു. എൻ്റെ ഭാര്യയെയും മക്കളെയും പോറ്റുക, അവളെ സംരക്ഷിക്കുക എന്നുള്ളത് കടമയായിട്ട് പുരുഷൻ പലപ്പോഴും കണക്കാക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനെ ജനറലൈസ് ചെയ്യുകയല്ല, ചില സ്ത്രീകൾക്കെങ്കിലും തോന്നാം എൻ്റെ എൻ്റെ സംരക്ഷണ വലയത്തിലാണ് എൻ്റെ ഭർത്താവ്, ഞാൻ ശമ്പളം കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ കഴിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ സ്നേഹമുള്ളവരെ അവിടെ അർപ്പണം ഇല്ല. സമർപ്പണം എന്ന് പറയുമ്പോൾ എനിക്കുള്ളതെല്ലാം ഈ വ്യക്തിയുടേതാണ്.
ഇനി കുറവുകൾ കണ്ടാലും അങ്ങനെയുള്ളപ്പോൾ കണ്ണടയ്ക്കുവാനായിട്ട് സാധിക്കും, ചേർത്ത് നിർത്തുവാൻ സാധിക്കും. ആറാമതായിട്ടാണ് സമാധാനം. ഒരു ശാന്തത ഉണ്ടാകണം. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഘടകമാണ് സമാധാനം, ശാന്തത എന്ന് പറയുന്നത്. ആറാമത്തെ ഘടകമാണ് സ്നേഹമുള്ളവരെ സമാധാനം. പറയാറില്ല, ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? ഭാര്യയും ഭർത്താവും ഒക്കെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ശാന്തിയും സമാധാനവുമല്ലേ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുറ്റങ്ങൾ നിരത്തുകയല്ല, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആര് വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. ആരാദ്യം വരുന്നുവോ ആ വ്യക്തി വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടാമത് വൈകി വരുന്ന ആൾക്ക് അയാളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുക, വെള്ളം കൊടുക്കുക, കാപ്പി കൊടുക്കുക, അങ്ങനെ സന്തോഷത്തിലായിരിക്കുക. പരസ്പരം കുറ്റപ്പെടുത്താതെ ഇരിക്കുക. അതത്തിന് ഹോക്കിക്ക് പറ്റിയതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതിരിക്കുക. അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ കുറ്റം മറ്റുള്ളവരോട് പറയാതിരിക്കണം. പരിശുദ്ധ അമ്മയുടെയൊക്കെ വലിയ സുഹൃത്തുമെന്ന് പറയുന്നത് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ബാലനായ യേശുവിനെ നഷ്ടപ്പെടുകയാണ്. 3 ദിവസം തിരഞ്ഞ് 4-ാം ദിവസം അവരെ ദേവാലയത്തിൽ കണ്ടെത്തുകയാണ്. കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ആദ്യം കാണുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഈശോയോട് പറയുന്നുണ്ട്, ഞാനും നിൻ്റെ പിതാവും നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തുമാത്രം സ്നേഹം ഔസപിതാവിനോട് ഉണ്ടായിട്ട് വേണം പരിശുദ്ധ അമ്മ പറയുന്നത്, ഞാനും നിൻ്റെ അപ്പനും ഒരുപോലെ അപ്പനെ ബഹുമാനിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പുരുഷൻ്റെ വില അവൾ ഉയർത്തുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിലോ, ഞാൻ അന്വേഷിച്ച് നടന്നു, നിൻ്റെ അപ്പൻ എവിടെയാണോ അറിയത്തില്ല, അത് വെറുപ്പുള്ള ഹൃദയത്തിൽ നിന്ന് വരികയുള്ളൂ. പക്ഷെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും കരുതലുമായിരുന്നുകൊണ്ട് അവൾ മകനോട് പറയുന്ന വാക്കാണത്, ഞാനും നിൻ്റെ അപ്പനും. അതായത് അപ്പോഴും ഏതൊരവസരത്തിലും ഈ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ട്, സ്നേഹം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞത്. ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, ആ കുടുംബത്തിൽ ശാന്തി ഉണ്ടാകും, ആ കുടുംബത്തിൽ പരസ്പര സ്നേഹമുണ്ടാകും. ഇനി അവസാനത്തെ ആശയത്തിലേക്ക് വരുന്നത് പ്രകാരമാണ് സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹപ്രകടനങ്ങൾ. സ്നേഹമുള്ളവരെ, സ്നേഹം പലപ്പോഴും ഹൃദയത്തിലുണ്ട്, പ്രവൃത്തിയിലില്ല. ഇന്ന് പല കുടുംബങ്ങളിലും പലരും പറയുന്നത് അങ്ങനെയാണ്, അങ്ങേർക്ക് താല്പര്യം പശുവിനോടാണ്, കൃഷിയോടാണ്, എന്നോടല്ല. അങ്ങേർക്ക് താല്പര്യം ജോലിയോടാണ്, വണ്ടിയോടാണ്. ആ വണ്ടിയെ പരിചരിക്കുന്നതിൻ്റെ ഒരു 10% പോലും എനിക്ക് സമയം തരുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം കൊടുക്കേണ്ട സമയം കൂടിയാണ്. സ്നേഹിക്കണം. സ്നേഹം ഉണ്ട് എന്ന് അറിയിക്കുന്ന തരത്തിൽ, അത് പ്രകടമാക്കുന്ന തരത്തിൽ സ്നേഹിക്കുവാനായിട്ട് പലരും പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് വിജയിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കുവാനും എനിക്ക് കഴിയണം. ഇതിനോടൊപ്പം ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമ ചോദിക്കണം. പാപ്പ പറയുകയാണ്, ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കുക, എനിക്ക് തെറ്റുപറ്റിപ്പോയി, സോറി, നന്ദി പറയണം, താങ്ക് യു എന്ന് പറയണം. ഇനി പറയേണ്ട പ്രകാരമാണ് ദയവായി, പ്ലീസ്, ഒന്ന് എളിമപ്പെടുക. അടുത്ത് പറയുന്ന പ്രകാരമാണ് ചെറിയ കാര്യങ്ങളായാലും ഭംഗിയായിട്ട് ചെയ്യുക. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, കുട്ടിയെ കുളിപ്പിക്കുകയാണോ നന്നായിട്ട് കുളിപ്പിക്കുക, ചെറിയ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. പിന്നെ കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുക. അടുത്തതായിട്ട് വിനോദത്തിനൊക്കെ പോവുക, വല്ലപ്പോഴും യാത്ര ചെയ്യുക, ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള പ്രാർത്ഥന. അടുത്ത് പറയുന്ന പ്രകാരമാണ്. പിന്നെ പറയുന്ന പ്രകാരമാണ് കുറവുകൾ അത് അംഗീകരിക്കുക. ഈ വ്യക്തിക്ക് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, കുറവുകളുണ്ട്, ആ വ്യക്തിയുടെ കുറവുകൾ പറയാതെ അത് അംഗീകരിക്കുക. അടുത്തതായിട്ട് പറയുന്നത് ക്ഷമ, ദീർഘക്ഷമ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വേണമെന്ന് പറയണേ. ഇനി അവസാനമായിട്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു കാര്യമാണ് മുതിർന്നവരെ, കുടുംബത്തിലുള്ളവരെ ബഹുമാനിക്കുക. ഇവയൊക്കെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാണെന്ന് പറയുക. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ കേട്ട് മറഞ്ഞ ചിന്തകളായിരിക്കാം. എന്നിരുന്നാലും കുടുംബജീവിതം നയിക്കുന്നവരെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് ഈ കാര്യങ്ങളിൽ, ഞാൻ ഈ വിവരിച്ച, അച്ഛൻ ഈ വിവരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇതിലെവിടെയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ ദൃഢമായി നിൽക്കുവാനും, ഇനി ഇതിനകത്ത് കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഒന്ന് മിഴികളടയ്ക്കാമോ? സ്നേഹമുള്ള ഈശോയെ, നല്ലൊരു കുടുംബത്തിൽ ഞങ്ങൾക്ക് ജന്മം നൽകുവാൻ നീ തയ്യാറായതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെയോട് നന്ദി പറയുന്നു. യേശുവേ, നീ പിറന്നതൊരു കുടുംബത്തിലാണല്ലോ. ആദത്തെയും ഹവ്വയെയും ദൈവപിതാവ് യോജിപ്പിച്ചതോടെ കുടുംബം ഭൂമിയിൽ ആദ്യമായി സംജാതമായി. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു.
പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും കുടുംബത്തെ ഗൗരവത്തോടെ കണക്കാക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കുടുംബങ്ങളായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.